കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പിന്നെയും ഒരുമിച്ച് നമ്മുടെ വചനദീപ്തി പ്രയർ ഫെലോഷിപ്പിലൂടെ വീണ്ടും തിരുവചനം പഠിക്കുവാൻ കർത്താവ് അവസരം ഒരുക്കി തന്നല്ലോ. കുലൂസിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ 20-21 വേദഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുവാൻ പോവുകയാണ്. ഞാൻ ആ വേദഭാഗം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. കുലൂസിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 20-21 വാക്യങ്ങൾ. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ നിങ്ങൾ ചട്ടങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നത് എന്തുകൊണ്ട്? പിടിക്കരുത്, രുചിക്കരുത്, സ്പർശിക്കരുത്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വ്യക്തമായിട്ട് സംസാരിക്കുക. ഇതുവരെ നമ്മൾ പരാമർശിച്ചു വന്ന വിഷയത്തിന്റെ ഒരു രത്ന ചുരുക്കം പറഞ്ഞ് ഈ അധ്യായം സമാപിക്കുകയാണ്. ഇവിടെ പറയുന്ന മരണം നമ്മൾ ഈ 13-ാം വാക്യത്തിൽ കാണുവാൻ തക്കവണ്ണം ഇടയായി. അതിക്രമങ്ങളിലും നിങ്ങളുടെ പരിച്ഛേദന ഏൽക്കാത്ത ജഡത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടി ജീവിപ്പിച്ചു. ചട്ടങ്ങളാൽ നമുക്കെതിരായിരുന്നതും പ്രതികൂലമായിരുന്നതുമായ കടങ്ങളുടെ ഷീട്ട് മായ്ച്ചു കളയുകയും അതിനെ അവൻ ക്രൂശിൽ തറച്ച് നമ്മുടെ മധ്യയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 13-ാം വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഒരു മരണത്തെ പറ്റിയാണ്. മരണം തന്നെയാണ്. വിശ്വാസി ലോകത്തിന്റെ ആദ്യ പാഠങ്ങളെ സംബന്ധിച്ച് മരിച്ചവനായിരിക്കണമെന്നാണ് അപ്പോസ്തലൻ ഇവിടെ ആമേൻ ഉദ്ദേശിക്കുന്നത്. 8-ാം വാക്യത്തിന്റെ 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മളെ ചില കാര്യങ്ങൾ വായിച്ചിരുന്നു. തത്വജ്ഞാനവും വ്യർത്ഥമായ വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് തക്കവണ്ണം ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് തക്കവണ്ണം അല്ലാതെ ക്രിസ്തുവിന് അനുസരണമായുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. ഈ 8-ാം വാക്യത്തിൽ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ എന്നതിന്റെ വിശുദ്ധീകരണം നമുക്ക് മനസ്സിലായി. എന്നാൽ ജലസ്നാനത്തിൽ വിശ്വാസി ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനങ്ങളോടെ ഏകീഭവിക്കുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഒരു സ്നാനത്തോടുകൂടി കർത്താവിന്റെ മരണ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുമ്പോൾ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല, ന്യായപ്രമാണത്തിന്റെ ദാസ്യത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണത്തിന്റെ ദാസ്യത്വം, ന്യായപ്രമാണം നമ്മളെ അടച്ചു കളഞ്ഞിരുന്നു. അതാണ് നമ്മൾ 8-ാം വാക്യത്തിൽ വായിച്ചത്. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് തക്കവണ്ണം ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് തക്കവണ്ണമല്ലാതെ ക്രിസ്തുവിന് അനുസരണമുള്ളതായുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവിൽ ഇന്ന് പകൽക്കാലം അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ജീവിതത്തെ ദാസ്യത്വത്തിൽ നിന്ന് വിടുവിച്ചത് ക്രിസ്തുവിന്റെ സ്നേഹമാണ്. സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ അവന്റെ മരണ പുനരുത്ഥാനത്തോടെ ഏകീഭവിക്കുവാൻ നമുക്ക് ലഭിച്ച ആ കൃപയത്രേ ഭാഗ്യമായത്. ആകയാൽ ഇനിയും ആദ്യ പാഠങ്ങളായ ദാസ്യത്വത്തിലേക്ക് തിരിച്ചു പോകേണ്ടതില്ല. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 1-2 വാക്യം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പേ. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ എന്തിനാ സ്വതന്ത്രരാക്കിയത്? ഈ അടിമ നുഖത്തിൽ നിന്ന്, ഈ ന്യായ പ്രമാണത്തിന്റെ ദാസ്യത്വത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചത് എന്തിനു വേണ്ടിയാണ്? സ്വാതന്ത്ര്യത്തിനായിട്ടാണ്. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുവാൻ വേണ്ടിയാണ്. ആകയാൽ നാം ക്രിസ്തുവിൽ ഉറയ്ക്കുവീൻ. വീണ്ടും അടിമ നുഖത്തിന് കീഴ്പ്പെട്ടു പോകാതിരിക്കുവാൻ. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അടിമ നുഖത്തിൽപ്പെട്ടു പോകാതെ ന്യായ പ്രമാണത്തിന്റെ ആമേൻ ആ ആദ്യ പാഠങ്ങളിലേക്കും ദാസ്യത്വത്തിലേക്കും പോകാതെ വണ്ണം ആമേൻ പിടിച്ചു നിൽക്കുവാൻ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ഇനി എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വേദഭാഗം കൂടി ഒന്ന് വായിച്ചാട്ടെ.
അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളെയും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്തിൽ നിന്ന് വേർപാടിന്റെ നടിച്ചവർ ഇടിച്ചു കളഞ്ഞു. സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരു മനുഷ്യനായി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്താൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. കർത്താവ് എന്താ ചെയ്തേ? ക്രൂശിൽ വെച്ച് ഇരുപക്ഷത്തെയും ഒന്നാക്കി, ശത്രുത്വമില്ലാതാക്കി, ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിൽ കിടന്ന എന്നെയും നിങ്ങളെയും, മുമ്പ് ദൂരസ്ഥരായിരുന്ന എന്നെയും നിങ്ങളെയും, പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ സ്നേഹത്തോടെ ഒന്നാക്കി തരുവാൻ കരുണ കാണിച്ചു എങ്കിൽ, ആമേൻ, 14-ാം വാക്യം പറയുന്നു, അവനാകുന്നു നമ്മുടെ സമാധാനം. ഹല്ലേലൂയ, ആമേൻ. സമാധാനത്തിന്റെ ക്രിസ്തു രണ്ടുപേരെയും ഹല്ലേലൂയ ചിഹ്നിപ്പിക്കുകയല്ല ചെയ്തത്. ഹല്ലേലൂയ, ഈമേൻ. ഇതിനെ രണ്ടിനെയും കൂടി ഒരുമിച്ചാക്കി, ഇരുപക്ഷത്തെയും അവൻ ഒരുമിച്ചാക്കി, ഒന്നാക്കി, വേർപാടിന്റെ ന്യായ പ്രമാണമെന്ന നടിച്ചുവർ ഇടിച്ചു കളയുവാൻ തക്കവണ്ണം ഇടയായി. മാത്രമല്ല, ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി, താൻ ഇരുപക്ഷത്തെയും തന്നിൽ ഒന്നാക്കി ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ച് സമാധാനം ഉണ്ടാക്കിക്കൊണ്ടേ ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. അതിനാൽ അവൻ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിക്കുവാൻ തന്നെയത്രേ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ഇടയായത്. ഹല്ലേലൂയ. അപ്പോൾ ന്യായ പ്രമാണത്തിലെയും മതത്തിലെയും നിബന്ധനകളെയാണ് ഇവിടെ ആദ്യ പാഠങ്ങൾ എന്ന് അപ്പോസ്തലൻ വിളിച്ചിരുന്നത്. ഒരു വിശ്വാസി ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിക്കണം. മാത്രമല്ല, ഒരു പുതിയ ജീവിതത്തിലേക്ക് മരണശേഷം പ്രവേശിച്ചിരിക്കിയാൽ ഇനിയും ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ അല്ല, മാനുഷിക കൽപ്പനകളായ ഉപദേശങ്ങൾക്ക് അനുസരിച്ചത്രേ ജീവിക്കേണ്ടത്. ഹല്ലേലൂയ. മനുഷ്യന്റെ ഉപദേശങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുവാൻ പാടില്ല. ദൈവ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറാകണം. പ്രൈസ് ദ ലോർഡ്. നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വേദഭാഗം ഒന്ന് വായിച്ചാട്ടെ. നിങ്ങൾ ലോകക്കാർ ആയിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാർ അല്ലാതിരിക്കെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ഹല്ലേലൂയ. പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ആരല്ല? ലോകക്കാരല്ല. 15-ാം അധ്യായം 19-ാം വാക്യത്തിൽ നിങ്ങൾ ലോകക്കാർ ആയിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. നമ്മൾ ലോകക്കാരല്ലാത്തത് കൊണ്ടാണ് നമുക്ക് എതിർപ്പുകളും പ്രശ്നങ്ങളും നിന്ദകളും ഒക്കെ ഉണ്ടാകുന്നത്. നാം ലോകക്കാരായിരുന്നുവെങ്കിൽ ആമേൻ, ഈ വിശ്വാസത്തിന്റെ മുൻപിൽ നാം പകച്ചു പോകേണ്ടവരായിട്ടുള്ള എല്ലാവരും നമ്മളെ വാനോളം പുകഴ്ത്തുമായിരുന്നു. എന്തിനാണ് നീ ഇതിന് പോയത്, ഈ വിശ്വാസം എന്തിനെന്ന് ചോദിച്ച് കുറ്റപ്പെടുത്തുന്നവരുടെ നടുവിൽ ദൈവാത്മാവ് പറയുക, നിങ്ങൾ ലോകക്കാരല്ല. ആമേൻ. ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തന്നിലുള്ളവരെ സ്വന്തമാക്കി അവരെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ വെറുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ലോകക്കാരാകുവാൻ ഇടയാകരുത്. ലോകക്കാരായിരിക്കാതെ ആമേൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ജീവിതങ്ങളായിട്ട് ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ അപ്പോസ്തലൻ പറയുക, ഈ ലോകത്തിന് അനുരൂപപ്പെട്ടു പോകുവാൻ ഇടയാകരുത്. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം, അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 14 മുതൽ 16 വരെയുള്ള ഭാഗം കൂടെ നമുക്ക് വായിക്കാം. അതിന്റെ അകത്ത് ഇപ്രകാരം എഴുതിയിരിക്കുന്നു,
നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്ത പോലെ അവരും ലൗകികന്മാരല്ലായതുകൊണ്ട് ലോകം അവരെ പകച്ചു. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വേണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. അടുത്ത വാക്യം കൂടെ. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. സത്യത്താൽ അവരെ വിശദീകരിക്കണമേ. നിന്റെ വചനം സത്യമാകുന്നു. മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മളെ പകയ്ക്കുന്നത്? ഇവിടെ ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുക, നമ്മൾ ലൗകികന്മാരല്ലാത്തത് കൊണ്ടാ. എന്റെ പ്രിയപ്പെട്ടവരെ, ലൗകികരാരാണ്? ലോകപ്രകാരം ജീവിക്കുന്നവരാണ്. അപ്പം ദൈവാത്മാവ് സത്യത്തിൽ നമ്മെ നടത്തുവാൻ പ്രാപ്തനാണ്. നമ്മൾ ലൗകികരായി തീരാതെ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ദൈവത്തിന്റെ വചനം സത്യമായി ഹൃദയത്തിൽ അംഗീകരിച്ച് ഹല്ലേലൂയ ജീവിക്കുന്നവരാണ്. ക്രിസ്തുവിനോടുകൂടി മരിച്ചടക്കപ്പെട്ട് ആമേൻ ഉയർത്തെഴുന്നേറ്റൊരു പുതു മനുഷ്യനായി ജീവിക്കുവാൻ താല്പര്യപ്പെടുമ്പോൾ ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഹല്ലേലൂയ, മാനുഷിക കൽപ്പനകളായ ഉപദേശങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കേണ്ടിയവരല്ല ഒരു വിശ്വാസി. കാരണം അവർ ലോകക്കാരല്ല. ലോകക്കാരെ അവർ അംഗീകരിക്കും, സ്നേഹിക്കും, കരുതും. എന്നാൽ ഇവിടെ തിരുവചനത്തിൽ പറയുകയാണ്, സത്യവചനത്തെ ആ ലെവലിൽ ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുന്നവർ, അവർ ലോകത്തിലാണ് ജീവിക്കുന്നെങ്കിലും ആമേൻ സത്യത്താൽ അവർ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. അങ്ങനെ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്നാണ്. അങ്ങനെയാണ് ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇനി യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം, എന്റെ 4-ാം വാക്യം കൂടെ നമുക്ക് അതിനോട് ചേർത്ത് വായിക്കാം. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. ഈ തിരിച്ചറിവ് ഒരു വിശ്വാസിക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. ലോകക്കാരല്ല, ലോകത്തിന്റെ ശത്രുക്കളാണ് നമ്മൾ ഓരോരുത്തരും, അല്ലേ? അപ്പം യാക്കോബ് അപ്പോസ്തലൻ വളരെ വ്യക്തവും ശക്തവുമായിട്ടാണ് നമ്മളോട് ഈ വേദഭാഗം പറയുന്നത്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ഒരു ലോകക്കാരെ പോലെ ആക്കുവാനായിട്ടല്ല നമുക്ക് മാതൃക കാണിച്ചു തന്നത്. പിന്നെയോ ലോകം നമ്മിലുള്ള പല നന്മകളും പൊന്നും വെള്ളിയും, ഒരു പാട്ടുണ്ടല്ലോ, ലോകമെന്നിലുള്ള വെള്ളി പൊന്നി വായെടുത്തിടും, ലോഭമായി ജീവിക്കണം ഞാനെങ്കിലും, പോഷിപ്പിക്കയില്ലയോ പറവ ജാതിയെ അവൻ, വയ്ക്കുക നിൻ ഭാരമാവൻ പാദത്തിൽ, വയ്ക്കുക 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 നിൻ ഭാരമാവൻ പാദത്തിൽ, സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രയാക്കും നിന്നെയും. എന്റെ പ്രിയപ്പെട്ടവരെ, സംശയം കൂടാതെ കർത്താവിൽ വിശ്വസിച്ചാൽ ഹല്ലേലൂയ, ഒന്നിലും കുറവില്ലാതെ നമ്മളെ പക്വതയും പൂർണ്ണതയും ഉള്ളവരാക്കേണ്ടതിന്, നമ്മുടെ സഹിഷ്ണുതയ്ക്ക് പൂർണ്ണ പ്രതിഫലം ഉണ്ടാകേണ്ടതിന് യാക്കോബ് അപ്പോസ്തലൻ നമ്മെ ഇവിടെ ബുദ്ധി ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തിലുള്ളവരെ പോലെ അല്ല. നാം ഈ ലോകക്കാരുമല്ല, ഈ ലോകത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുകയല്ല, മറിച്ച് ഒരു നവജാത ശിശു അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പോലെ വീണ്ടും മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആമേൻ കർത്താവിന്റെ മരണ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ട വ്യക്തി ജീവിതങ്ങളെ ഒരു നവജാത ശിശുവിനെ പോലെ ഒരു പുതിയ ജീവിതത്തിനുടമയായി കടന്നു വരുവാനിടയാകണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും കുറവില്ലാതെ നമ്മെ പക്വതയുള്ളവരാക്കുവാൻ ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുകയാണ്. ഈ ലോകത്തിൽ നമുക്ക് വെച്ചിരുന്ന സകല നിബന്ധനകളെയും ന്യായ പ്രമാണം നമുക്കെതിരായി എഴുതി വെച്ചിരുന്ന സകല രേഖകളെയും തിരുത്തിക്കൊണ്ട് ഇരുപക്ഷത്തെയും ഒന്നാക്കി നമ്മെ ക്രിസ്തുവിനോട് അടുപ്പിക്കുമ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് നാം ഇന്ന് ശിശുക്കളായിരിക്കുവാനല്ല, മറിച്ച് ആത്മാവിന്റെ ശക്തിയോടെ ബലപ്പെടേണ്ടിയവരായി മാറണം. അതത്രേ ദൈവാത്മാവിടെ നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ എത്ര പ്രബലനായാലും
ബലവാനായാലും അവൻ ശക്തനായാലും ഹല്ലേലൂയ ദൈവ കൽപ്പനയേക്കാൾ മാനുഷിക കൽപ്പനകൾ ഹല്ലേലൂയ അനുസരിക്കാൻ പാടില്ല. എത്ര നേതൃത്വം കൊടുക്കുന്നവനായിരുന്നാലും എന്തെല്ലാം സംഗതികൾ ജീവിതത്തിൽ ഉണ്ടായി എങ്കിലും ദൈവമക്കളെ ഇന്ന് പകൽവേള ദൈവത്തിന്റെ കൽപ്പനകളെ ഹനിക്കുവാൻ ഇടയാകരുത്. ഇനി നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 29 അധ്യായം 13 വാക്യം ഒന്ന് വായിക്കാം. ഈ ജനം അതരം കൊണ്ട് അടുത്തു വന്ന് വായു കൊണ്ടും അതരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റി വെച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മാനുഷ്യ കൽപ്പനയത്രേ. അവരെ വാ കൊണ്ടൊക്കെ പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഹൃദയം കൊണ്ട് എവിടെയാ? ദൈവത്തിൽ നിന്ന് അകന്നവരായി ജീവിക്കുകയാണ്. ഇന്ന് പലരും മാനുഷിക കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തിൽ നകന്നവരായി തീരുന്ന അവസ്ഥയാണ് ദൈവമക്കളെ കണ്ടുവരുന്നത്. അതുകൊണ്ട് ഇവിടെ യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ പിന്നെയും വിളിച്ചു പറയുകയാണ്, ഹല്ലേലൂയ, ജനം ദൈവസന്നിധിയോട് അടുത്തു വരുവാൻ കഴിയാതെ വണ്ണം അധരം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുകയും വിശ്വാസി എന്ന പേര് പറഞ്ഞ് ഹല്ലേലൂയയും സ്തോത്രവും സ്തുതികളും മാത്രം മുഴക്കിക്കൊണ്ട് ആമേൻ അധരം മാത്രം ആമേൻ ഹൃദയശുദ്ധിയില്ലാതെ അധരം കൊണ്ട് മാത്രം ദൈവത്തെ ബഹുമാനിക്കുമെങ്കിലും തങ്ങളുടെ ഹൃദയം അവർ എന്നിൽ നിന്ന് ദൂരത്ത് വച്ചിരിക്കുന്നു. കർത്താവിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകരുത്. ക്രിസ്തുവിൽ വിശ്വാസികളായി നാം തീർത്തുവെങ്കിൽ, ക്രിസ്തുവിൽ മരിച്ചവരായി നാം പുതുജന്മത്തിന് നവജാത ശിശുവിനെ പോലെ ഒരു പുതിയ മനുഷ്യനായി പുറത്തു വന്നു എങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകണം. ഇവിടെ ഹൃദയം കൊണ്ട് ഈ ആളുകൾ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുക. പക്ഷെ അവർക്ക് പാട്ടും പ്രാർത്ഥനയും ആരാധനയും ഒക്കെ ഉണ്ട്. എന്നെ കേൾക്കുന്ന ദൈവം ഇതിലെ ഇന്ന് ഭൂരിപക്ഷം സഭകളും അങ്ങനെയാണ്. പാട്ടും പ്രാർത്ഥനയും ആരാധനയും ഉണ്ട്, എന്നാൽ ദൈവത്തോട് ബന്ധമില്ലാത്ത അവസ്ഥ. ഹല്ലേലൂയ. എന്നോടുള്ള അവരുടെ ഭക്തി മനപാഠമാക്കിയ മനുഷ്യ കൽപ്പനയാകുന്നു. ഇവിടെ മനുഷ്യ കൽപ്പന ധാരാളം കൊടുത്തിട്ടുണ്ട്. അപ്പോസ്തലൻ പറയുക, നിങ്ങൾ ആ കൽപ്പനയിൽപ്പെട്ട് കുടുങ്ങി പോകരുതേ എന്നാണ് നാം വായിച്ച ആമേൻ കൊലോസ്യ ലേഖനത്തിൽ 2 അധ്യായം 20 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ നിങ്ങൾ ചട്ടങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നത് എന്തുകൊണ്ട്? ലോകക്കാരെ പോലെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കരുത്. അതാണ് അപ്പോസ്തലൻ ഇവിടെ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യൻ എത്ര ബലഹീനനാണേലും എത്ര ബലവാനാണേലും ആമേൻ ദൈവിക കൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുക്കണം. പിന്നെ നമ്മൾ അതിന്റെ 21 വാക്യത്തിലേക്ക് വരുമ്പോ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പിടിക്കരുത്, രുചിക്കരുത്, സ്പർശിക്കരുത്. പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഈ പ്രമാണങ്ങൾ പഴയ നിയമത്തിൽ പലയിടങ്ങളിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ലേവ്യ പുസ്തകം 11 അധ്യായം 15 വാക്യം ഒന്ന് വായിച്ചാട്ടെ. പ്രാപിടിയൻ, നന്ത്, നീർക്കാക്ക, കൂമൻ, മൂങ്ങ, വേഴാമ്പൽ, കുടുമച്ചാത്തൻ, പെരിഞ്ഞാറ, അതായത് വിധം കൊക്ക്, കുളക്കോഴി, നരിച്ചീർ എന്നിവയും ചിറകുള്ള ഇഴജാതിയിൽ 4 കാൽ കൊണ്ട് നടക്കുന്നത് ഒക്കെയും നിങ്ങൾക്ക് അറപ്പായിരിക്കണം. നിങ്ങൾക്ക് അറപ്പായിരിക്കണം. അറപ്പുള്ളത് തൊടാൻ പോകുക നമ്മള്. തൊടരുതേ എന്ന് ഇവിടെ വിലക്ക് പഴയ നിയമത്തിൽ കാണുന്നത്. ഇപ്പം കുറെ പക്ഷികളുടെ വിവിധ തരം കാക്കകളും ഒട്ടപ്പക്ഷികളും പുള്ളും കടൽക്കാക്കയും നീർക്കാക്കയും കൂമനും നത്തും മൂങ്ങയും വേഴാമ്പലും കുടുമച്ചാത്തനും പെരിഞ്ഞാറയും വിവിധതരം കൊക്കുകളും കുളക്കോഴിയും ഒക്കെ നരിച്ചീറ് ഇവയൊക്കെ ചിറകുകളുള്ള ഇഴജാതികളിൽ 4 കാൽ കൊണ്ട് നടക്കുന്നവയൊക്കെയും നിങ്ങൾക്ക് അറപ്പായിരിക്കണം. ഭക്ഷിക്കാൻ പാടില്ലെന്ന, തൊടാൻ പോലും പാടില്ലെന്ന. ഹല്ലേലൂയ. അന്നത്തെ ആമേൻ തിരുവചനത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് പ്രമാണത്തെ അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന ഒരു കൂട്ടം ആളുകൾ, പ്രൈസ് ദി ലോർഡ്, മനുഷ്യന്റെ ആമേൻ മാനുഷ്യ കൽപ്പനകൾ ആമേൻ അതിനെ മാറ്റിയിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ അപ്പോസ്തലനോട് അരുളിയിരിക്കുന്ന വചനങ്ങൾ
പിടിക്കരുത്, രുചിക്കരുത്, സ്പർശിക്കരുത്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് വിട്ട് എവിടേക്കോ പോയിരിക്കുകയാണ്. അരുതേ, അരുതേ, അരുതേ. അരുതുകൾക്ക് മുൻപിലാണ് ജനത്തിന് ഇന്ന് ഇഷ്ടം. ഉൽപ്പത്തി 3:3 എന്ന് വായിച്ചാട്ടെ. അവിടെ ഒരു അരുത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് അവിടെ എന്ന് രണ്ടു പറഞ്ഞു. പ്രാവശ്യം അരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. ഹല്ലേലൂയ. ഭക്ഷിക്കരുത്. ദൈവമക്കളെ, അരുതേ എന്ന് പറയുന്ന കാര്യത്തിനാണ് ഏറ്റവും ഇഷ്ടത്തോടെ ചെയ്യുവാൻ മനുഷ്യനെ പ്രലോഭനം ഉണ്ടാകുന്നത്. ഇവിടെ അരുതേ എന്ന് സ്വർഗസ്ഥനായ പിതാവ് ആമേൻ ഇത് ആദാമ്യ ദമ്പതികളോട് പറഞ്ഞതായിരുന്നു. എന്നാൽ പിശാച് തന്റെ ആ വേഷം കെട്ടിൽ വന്നിട്ട് ഇവരെ തെറ്റിക്കുവാൻ കടന്നു വന്നപ്പോൾ ആ കൽപ്പനകളെ അവർ മറന്നു. കർത്താവിന്റെ കൽപ്പനകളെ അവർ ഹനിച്ചു കളഞ്ഞു, വിലയില്ലാതാക്കി കളഞ്ഞു. തൊടരുതേ, രുചിച്ചു നോക്കരുതേ എന്ന ന്യായപ്രമാണത്തിന്റെ കൽപ്പനയെ ഹല്ലേലൂയ ആമേൻ ഇല്ലാതാക്കി. എങ്കിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുക, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം കൂടി ഒന്ന് വായിച്ചാട്ടെ. വിട്ടുപോരുവിൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവിൻ, അശുദ്ധമായതൊന്നും തൊടരുത്, അതിന്റെ നടുവിൽ നിന്നും പുറപ്പെട്ടു പോരുവിൻ. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ, നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പിൻ. വിട്ടുപോരുവീൻ, വിട്ടുപോരുവീൻ. മാത്രമല്ല നിങ്ങൾ പുറപ്പെട്ടു പോരണം. ദൈവമക്കളെ, വിട്ടുപോരണം. തൊടരുതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊടാൻ പാടില്ല. അരുതുകൾ ദൈവ വചനത്തിൽ നമ്മെ മനസ്സിലാക്കി തരുമ്പോൾ അരുതുകൾ നാം പാലിക്കുവാൻ ആമേൻ ബാധ്യസ്ഥരാണ്. ഇവിടെ പറയുകയാണ്, വിട്ടുപോരുവീൻ. യഹോവ സിയോനെ രക്ഷിക്കേണ്ടതിന് കൽപ്പനകൾ പുറപ്പെടുവിക്കുമ്പോൾ അവരുടെ പാപ വഴികളിൽ നിന്നും ആമേൻ വിട്ടുപോരേണ്ടതിന് യെരൂശലേമിന്റെ ശൂന്യ പ്രദേശങ്ങളെ ഒന്ന് ചേർത്ത് ആഹ്ലാദത്തോടെ പാടുവീൻ. യഹോവ തന്റെ ജനത്തെ ആശ്വസിപ്പിച്ച് യെരൂശലേമിനെ വീണ്ടെടുത്തിരിക്കുന്നു. അതുകൊണ്ട് സകല ജനതകളും കാണുക, യഹോവ തന്റെ വിശുദ്ധ ഭുജം ആമേൻ തന്റെ ജനത്തിനു വേണ്ടി ഹല്ലേലൂയ ഭൂമിയുടെ അറ്റങ്ങളൊക്കെയും നമ്മുടെ ദൈവം രക്ഷിച്ചു നൽകേണ്ടതിന് ആമേൻ ജനത്തിനു വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽവേള നാം ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണ്. ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ അനുസരിച്ച് ദാസത്വത്തിന്റെ ആമേൻ അനുഭവത്തിൽ ജീവിക്കുന്നവരായി തീരുമ്പോൾ ദൈവാത്മാവ് പറയുന്നു, ഇനി ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ ഒരു ദാസത്വത്തിൽ ജീവിക്കേണ്ടവരല്ല, മറിച്ച് മാനുഷ്യ കൽപ്പനകളുടെയും ഉപദേശങ്ങളുടെയും പുറകെ പോകുന്നവരുമായിട്ടല്ല, ദൈവിക കൽപ്പനകളെ പ്രമാണിക്കുന്നവരായി മാറണം. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലെ ചില ആമേൻ ഗതിവിഗതികളിൽ നാം എന്ത് ചെയ്യണം? വിട്ടുപോരണം. ലോകത്തോട് നമുക്ക് ആകർഷണം ഉണ്ടാകും. ലോകത്തിലെ ആമേൻ ഭക്ഷണത്തോടും ആമേൻ ലോകത്തിൻ്റെതായ മായാമോഹങ്ങളോടും ഇഷ്ടാനിഷ്ടങ്ങളോടും ഗുഡ് ബൈ പറയുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ദൈവമക്കളെ, നാം ഇന്ന് പകൽക്കാലം അശുദ്ധമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇവിടെ തൊടരുതേ, രുചിക്കരുതേ, പിടിക്കരുതേ. ആമേൻ. എന്താ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് വിട്ടുപോരുവീൻ എന്ന് പറയുന്നത്. അവിടെ പിടിക്കുവാനും രുചിക്കുവാനും ഹല്ലേലൂയ അവിടെ വല്ലതൊക്കെ കാണും. അതുകൊണ്ട് ആത്മാവ് ഇന്ന് പകൽക്കാലം നമ്മോട് ബുദ്ധി ഉപദേശിക്കുകയാണ്, വിട്ടുപോരണം. അശുദ്ധമായതൊന്നും തൊടരുതേ. ഇന്ന് അശുദ്ധമായത് ദൈവം വിലക്കിയിരിക്കുന്നതാണ് എന്നെല്ലാവർക്കും ആവശ്യമായിട്ടുള്ളത്. എന്നാൽ അരുതേ എന്ന് പറയുമ്പോൾ നിങ്ങൾ ദൈവഹിതമല്ലാത്ത ഇടത്തേക്ക് നോക്കരുത്. ഇയ്യോബ് പറഞ്ഞു, ഞാന് ഒരു കന്യകയെ നോക്കാതിരിക്കേണ്ടതിന് ഞാൻ കണ്ണുമായിട്ടൊരു നിയമം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധന്മാർ നിയമം ചെയ്തു. വിശുദ്ധന്മാർ വിശുദ്ധിയിൽ ജീവിക്കുവാൻ അവർ വചനത്തിന് മുൻപാകെ തങ്ങളെ തന്നെ നിയമം ചെയ്ത് ജീവിച്ചുവെങ്കിൽ ഇന്നത്തെ വിശുദ്ധ ഗണമെന്ന് അഭിമാനിക്കുന്ന പ്രിയപ്പെട്ടവർ പലതിൽ നിന്ന് വിട്ടുപോരുകയല്ല. ഫെവിഹുക്ക് ഉണ്ടല്ലോ, വെച്ച് ഒട്ടിക്കുന്നത് പോലെ ഒട്ടിച്ചേർന്ന് പറ്റിച്ചേർന്ന് നിൽക്കുക. ലോകത്തിന് അനുരൂപപ്പെടരുതേ എന്ന് പറയുമ്പോൾ ലോകത്തോട് അനുരൂപപ്പെടുകയാണ്.
പാപത്തെ ഹല്ലേലൂയ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചോണ്ടിരിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ട് ആത്മാവ് പറയുന്നു, ദൈവഹിതമല്ലാത്ത അശുദ്ധമായ കാര്യങ്ങൾ ഒന്നും നിങ്ങൾ സ്പർശിക്കുക പോലും അരുതേ. അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവിൻ. എവിടെയാണ് നാം ആയിരിക്കുന്നത്? ഈ ലോകത്തിലാണ്. ഈ ലോകത്തിന്റെ നിബന്ധനകൾ, ന്യായപ്രമാണത്തിലെ നിബന്ധനകൾ നമ്മെ ഈ ലോകത്തിലേക്ക് ആഴ്ത്തിയിറക്കുമ്പോൾ, ഈ ലോകത്തിന്റെ മായാമോഹങ്ങളിൽ നിന്ന്, ഈ ലോകത്തിന്റെ കൽപ്പനകളിൽ നിന്ന്, മാനുഷ്യ ഉപദേശങ്ങളിൽ നിന്ന് നാം എന്ത് ചെയ്യണം? വിട്ടുപോരേണം. ഹല്ലേലൂയ. അത് ആരാണ് ചെയ്യേണ്ടതെന്നും കൂടെ എഴുതിയിട്ടുണ്ട്. യഹോവയുടെ ഉപകരണങ്ങൾ ചുമക്കുന്നവരെ നിങ്ങൾ ശുദ്ധരാകുവീൻ. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ ഉപകരണങ്ങൾ ചുമക്കുന്നവർ, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവർ, ദൈവവചനം ശുശ്രൂഷിക്കുന്നവർ, കർത്തൃവേലയിൽ വ്യാപൃതരായിരിക്കുന്നവർ, ശുദ്ധിയുള്ള ഹൃദയത്തോടെ, ശുദ്ധ മനസാക്ഷിയോടെ തിരുവചനത്തിന് മുൻപാകെ ആയിരിക്കണം. നമ്മെ തന്നെ ചതിക്കുന്നവരായി മാറുവാൻ ഇടയാകരുതേ. അധികം കേട്ടവരോട് കർത്താവ് അധികം ചോദിക്കുവാൻ ഇടയാകും. ഇവിടെ പറയുന്നു, യഹോവയുടെ ഉപകരണങ്ങൾ ചുമക്കുന്നവരെ നിങ്ങൾ ശുദ്ധരാകുവീൻ. ശുദ്ധിയില്ലാത്ത അധരങ്ങളോടുകൂടി ഇന്ന് ദൈവത്തെ സ്തുതിക്കും. വേണ്ടാത്ത അസഭ്യങ്ങൾ പറഞ്ഞ്, വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ്, കുറ്റവും കുറവും കൂട്ടിപ്പിടിപ്പിക്കലുകളും നടത്തിയിട്ട് പോയിരുന്ന ദൈവത്തെ ആരാധിക്കും. ഞാൻ പറയട്ടെ, ഈ ദിവസങ്ങളിൽ പാപപങ്കുലമായ ലോകത്താണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. അതുകൊണ്ട് മാനുഷിക കൽപ്പനകൾ നമ്മെ ഹനിപ്പിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന്റെ വിശ്വാസിയെ സംബന്ധിച്ച് ഈ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ നാം ഉൾക്കൊണ്ട് ജീവിക്കുവാനല്ല, അതിൽ നാം മരിച്ചവരായി ഹല്ലേലൂയ വിട്ടുപോരുവാൻ പുതിയതൊന്ന് ഹല്ലേലൂയ ഒരു നവജാത ശിശുവിനെ പോലെ ഒരു പുതിയ അനുഭവത്തിലേക്ക് വരുവാൻ നാം നമ്മുടെ ജീവിതത്തെ ദൈവനാമത്തിന്റെ മഹിമയ്ക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. പുസ്തകം 14-ാം അധ്യായത്തിൽ മുഴുവൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അത് തുടരുതേ, ഇത് തുടരുതേ, അത് കഴിക്കരുതേ, ഇത് കഴിക്കരുതേ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, വിട്ടുപോരുവാൻ ദൈവാത്മാവ് നമ്മൾ കൽപ്പിക്കുമ്പോൾ ഈ ലോകത്തിന്റെ ധാടി മോടികളിൽ നിന്ന്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ നാം തയ്യാറാകണം. അപ്പോൾ പുതിയ നിയമത്തിൽ ആന്തരികമായ ആത്മീയ വിശുദ്ധിക്കാണ് കൂടുതൽ പ്രസക്തി നൽകിയിരിക്കുന്നത്. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 10-ാം വാക്യവും 13-ാം അധ്യായം അതിന്റെ 9-ാം വാക്യവും നമുക്ക് ചേർന്ന് വായിക്കാം. അവ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോട് കൂടെ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡീക നിയമങ്ങൾ അത്രേ. ഇവിടെ പുതിയ നിയമത്തിൽ ഹൃദയത്തിന്റെ ആത്മീയ വിശുദ്ധിയാണ് ആവശ്യമെങ്കിൽ, പഴയ നിയമത്തിൽ എന്തായിരുന്നു? അവർ ഭക്ഷണപാനീയങ്ങളിൽ വർജനമാചരിച്ചിരുന്നു. വിവിധ സ്നാനങ്ങൾ, ഹല്ലേലൂയ, നവീകരണ കാലം വരെ ബാധകമായിരുന്ന ശാരീരിക നിയമങ്ങൾ, എന്താണ്? പരിച്ഛേദനയും മറ്റു കാര്യങ്ങളും ഒക്കെ അവർ ചെയ്തുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ബുദ്ധി ഉപദേശിക്കുന്ന കാര്യങ്ങൾ നാം ഈ ദിവസങ്ങളിൽ ജഡത്തിന്റെ പ്രവൃത്തികളും ലോകത്തിന്റെ ബാലപാഠങ്ങൾ ഇന്നും കാണിച്ചു കൂട്ടി ജീവിക്കുവാനായിട്ടല്ല, ആന്തരിക വിശുദ്ധി പ്രാപിച്ചെടുക്കണം. ഇനി 13-ാം അധ്യായം 9-ാം വാക്യം കൂടി ചേർത്ത് വായിക്കാം. വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത്. ആചരിച്ചു പോകുന്നവർക്ക് പ്രയോജനമില്ലാത്തവ ഭോജന നിയമങ്ങളാലല്ല, കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത്. പ്രൈസ് ദി ലോർഡ്. ഈ വചനമൊക്കെ ഒത്തിരി ഇരുന്ന് ചിന്തിക്കുവാനുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ഇത് സാമൂഹ്യമായിട്ട് എല്ലാവർക്കും ഒരു പ്രബോധനമായിട്ട് നൽകിയിരിക്കുന്നതാണ്. വിവിധവും അന്യവുമായ ഉപദേശങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളെ തെറ്റിക്കും. കൊലോസ്യ വിശ്വാസികളോട് പറഞ്ഞതാ. അവിടെ അന്ന് കുറെ പഠിപ്പീരുകാരുണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ആ ഭാഗങ്ങളിലേക്കൊന്നും ഇനി പ്രവേശിക്കുന്നില്ല. ഈ തെറ്റായ പഠിപ്പിക്കലുകൾ കാരണത്താൽ നിങ്ങൾ വഴിതെറ്റിപ്പോകരുതേ. ആ തെറ്റായ ആചാരാനുഷ്ഠാനങ്ങളിൽ നീ കുടുങ്ങിപ്പോകരുതേ. ന്യായപ്രമാണം എന്ന നടിച്ചുവർ
ദാസ്വത്വത്തിൽ നമ്മെ കിടത്തിയിരുന്നു. ആ ദാസ്വത്വത്തിന്റെ അടിമ നുഖത്തിലാക്കിയിരുന്നു. അതിൽ നിന്നും നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ കർത്താവ് നമുക്ക് വേണ്ടി സകലവുമായി തീർന്നു എങ്കിൽ ഇവിടെ പറയുകയാണ്, നിങ്ങളെ വഴിതെറ്റിക്കുന്ന ചില പഠിപ്പീരുകളുണ്ട്, അതിനെ ഇനി ആചരിക്കേണ്ട ആവശ്യമില്ല. പിന്നെയോ ഹല്ലേലൂയ, ആമേൻ, അത് ആചരിച്ചു പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല, ഭക്ഷണപാനീയങ്ങളെ കുറിച്ചുള്ള നിയമങ്ങളല്ല ഇവിടെ പറയുന്നത്. ദൈവ ശുദ്ധീകരിച്ചതിന്, ആമേൻ, ആരാണ് അശുദ്ധമെന്ന് പറയുന്നത്? ദൈവ ശുദ്ധീകരിച്ചതിന് നമുക്ക് ഭക്ഷിക്കാം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുക, കൃപയാൽ തന്നെ ഹൃദയം എന്ത് ചെയ്യണം? ഉറപ്പിക്കുന്നതാണ് നല്ലത്. ആദ്യ പാഠങ്ങളിലേക്ക് പോകാതെ ഒരു ശിശുവിനെ പോലെ അവിടെയും ഇവിടെയും പറയുന്ന കാര്യങ്ങൾ കേട്ട് വചനം അങ്ങനെ തന്നെയോ എന്ന് ബെരോബയിലെ വിശ്വാസികൾ ദിനം പ്രതി വചനം അവർ പരിശോധിച്ചു പോകുന്നത് പോലെ ഈ വചനം പഠിപ്പിക്കുമ്പോഴും അവൻ ഓരോ വചനങ്ങൾ കേൾക്കുമ്പോഴും ഇത് അങ്ങനെ തന്നെയോ എന്ന് നാം ശോധന ചെയ്യുന്നവരായിരിക്കണം, പഠിക്കുന്നവരായിരിക്കണം. ആരെങ്കിലും ഒരു തെറ്റായ ഉപദേശം പഠിപ്പിച്ചിട്ട് അത് അങ്ങനെയാണോ എന്ന് പറയുമ്പോ ആമേൻ എന്ന് പറഞ്ഞിട്ട് പോരുവാനല്ല, മറിച്ച് ഇത് വചനത്തിൽ ഉണ്ടോ എന്ന് നാം വ്യക്തമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാകണം? കൃപയാൽ ദൈവ സാന്നിധ്യം അനുഭവിക്കണം. കൃപയാൽ, ആമേൻ, അത് ദാനമായി ദൈവം നൽകിയ ഒരു കൃപയാ. അത് നാം ഹല്ലേലൂയ എന്ത് ചെയ്യണം? ഹൃദയത്തിൽ ഉറപ്പിക്കണം. അതുകൊണ്ട് ആമേൻ, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുകയാണ്. അവന്റെ വചനത്തിന്റെ ആഴങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നും ആമേൻ തിരുത്തലുകൾ നൽകി തരുമ്പോൾ, ആമേൻ, ഈ വാക്യങ്ങൾ നമ്മുടെ ഭൗതികവും ആമേൻ നൈമിഷികവുമായിട്ടുള്ള ദൃശ്യവസ്തുക്കളോടുള്ള ബന്ധത്തിൽ വിശുദ്ധി പാലിക്കുന്നതാണ് ഇവിടെ യഥാർത്ഥ ഭക്തിയുടെ ലക്ഷണമെന്ന് ആമേൻ കരുതുന്നത് നമുക്ക് നന്നായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നാം പല കാര്യങ്ങൾക്കായി ക്രിസ്തുവിനോടുകൂടി മരിച്ചവരാണ്. പല കാര്യങ്ങൾക്ക് നാം മരിച്ചില്ല എങ്കിൽ നാം പുതിയ മനുഷ്യനാകത്തില്ല. ക്രിസ്തുവിനോടുകൂടി മരിച്ചില്ല എങ്കിൽ. അതാണ് നമ്മൾ വായിച്ച വേദഭാഗം. പ്രൈസ് ദി ലോർഡ്. കൊലോസ്യ ലേഖനം അതിന്റെ 20-ാം വാക്യം, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ചു മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ നിങ്ങൾക്ക് ഇനി ജീവിക്കുവാൻ കഴിയുകയില്ല. ലോകക്കാരെ പോലെ ജീവിക്കത്തില്ല. കാരണം ക്രിസ്തുവിനോട് കൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചവരാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പല കാര്യങ്ങളിൽ നമുക്കൊരു മരണം സംഭവിക്കണം. നമുക്ക് 1-2 വേദഭാഗം വായിക്കാം. എന്തിലൊക്കെ നമുക്ക് മരണം സംഭവിക്കണം? പെട്ടെന്ന് വായിച്ചു തീർക്കാം. 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 14-15 വാക്യം വായിച്ചാട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചുവെന്നും അതുകൊണ്ട് എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ, ആമേൻ, മരിച്ചു, നമുക്ക് വേണ്ടി മരിച്ചു. ക്രിസ്തുവിനോടുകൂടി നാമും ചില കാര്യങ്ങളിൽ മരിക്കണം. ഒന്നാമതായിട്ട് എന്തിലാണ് മരിക്കേണ്ടത്? സ്വയത്തിന് നാം മരിക്കണം. സ്വയത്തിന്. അതാണ് നാം ഇവിടെ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. നാം എങ്ങനെ ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. നാം സ്വയത്തിന് മരിക്കുന്നവരായി മാറണം. രണ്ടാമതായിട്ട് റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങൾ അനുസരിക്കുവാൻ തക്കവണ്ണം ഇനിയും വാഴരുത്. 6-ാം അധ്യായം 2-ാം വാക്യം, റോമർ 6:2. ഒരു നാളും അരുതേ, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനിയും അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അപ്പം രണ്ടാമതായിട്ട് നാം എന്തിൽ മരിക്കണം? പാപസംബന്ധമായിട്ട് മരിക്കണം. ഒന്ന്, നാം സ്വയത്തിൽ മരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പാപസംബന്ധമായി മരിക്കുവാൻ കഴിയുകയുള്ളൂ. സ്വയം നമ്മളെ അഹങ്കാരിയാക്കും. സ്വയം നമ്മെ വലിയ വലിയ ചിന്താഗതിയിലേക്ക് കൊണ്ടെത്തിക്കും. സ്വയം നമ്മെ തൃപ്തരാക്കുവാൻ ശ്രമിക്കുമ്പോൾ ഈ പാപത്തിന് അധീനപ്പെട്ട് നാം ജീവിക്കുവാൻ ഇടയാകും. അതുകൊണ്ട് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഇനി അധികം പാപം ചെയ്യുവാൻ
നാം തുനിയരുത്. പാപ സംബന്ധമായി നാം എന്ത് ചെയ്യണം? മരിക്കണം. മരിച്ചിട്ട് നാം ഇനി അതിൽ ജീവിക്കുവാൻ ഇടയാകരുത്. ആ പാപത്തിന് വീണ്ടും കീഴ്പ്പെട്ടു കൊടുക്കുവാൻ ഇടയാകരുത്. ഇന്ന് പലരും സ്നാനപ്പെടും, അവര് കർത്താവിനോടുകൂടി ജലസ്നാനം ഏറ്റെടുത്ത് മരിച്ചു, അടക്കപ്പെട്ടു, അവർ വീണ്ടും ജനനം പ്രാപിച്ചു, ആ യേശുവിനെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടു. ഇതൊക്കെ ശരിയാ. പക്ഷെങ്കിൽ പാപത്തിന് അടിമപ്പെട്ടവരുടെ ജീവിതം വീണ്ടും നാശത്തിലേക്ക് കൊണ്ടുപോകുവാൻ പിശാച് ഈ ലോകത്തിന്റെ ആദ്യപാഠങ്ങളെ അവരുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുത്തേക്കുക. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ആദ്യമായിട്ട് സ്വയത്തിന് നിങ്ങളെ തന്നെ മരിപ്പിക്കണം. 2, പാപ സംബന്ധമായി നിങ്ങൾ മരിക്കണം. 3, റോമാലേഖനം 7-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇപ്പോഴോ നമ്മെ സംബന്ധിച്ചിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കുന്നത് കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ ശുശ്രൂഷ ചെയ്യേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് മോചിതരായിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു മരണം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ന്യായപ്രമാണത്തിന് നാം മരിക്കണം. ന്യായപ്രമാണം നമ്മളെ ആധീനതയിലാക്കി നമ്മെ അടിമനുഖത്തിൽപ്പെടുത്തിയിട്ടിരുന്നതാണ്. അതിൽ നിന്നും നാം ജയം കൈവരിക്കണം. അതിനൊരു മരണം നമുക്കുണ്ടാകണം. ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം കൂടി അതിനോട് ചേർത്ത് നമുക്ക് വായിക്കാം. ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്തിന് മരിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ന്യായപ്രമാണത്തിന് മരിക്കുവാൻ ഇടയാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ന്യായപ്രമാണം നമ്മളെ പല കാര്യങ്ങൾ പഠിപ്പിച്ചുവെങ്കിൽ ഈ ന്യായപ്രമാണത്തിൽ നിന്നുകൊണ്ട് തന്നെ പല കാര്യങ്ങളിൽ നമുക്ക് മരിക്കുവാൻ ഇടയാകണം. ഹല്ലേലൂയ. ഇവിടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ നാം മരിച്ചവർ എന്ന് കാണുന്നു. കർത്താവിനോടുകൂടെ മരിച്ച് കർത്താവിനോടുകൂടെ ജീവിക്കുന്ന വിശ്വാസിക്ക് ഹല്ലേലൂയ ഈ ലോക ജീവിതത്തിൽ ചില വർജനങ്ങൾ ആവശ്യമാണ്. ചില വിലക്കുകൾ അവർക്കുണ്ട്. എന്നാൽ ആ വിലക്കുകളിൽ ഹല്ലേലൂയ തകർന്നു പോകേണ്ട ആവശ്യമില്ല. അതിനുള്ള കൃപ കർത്താവ് നമുക്ക് നൽകി തരും. എന്നാൽ ആത്മീയ ശൈശവത്വം വിട്ടുമാറുന്നവർക്ക് മാത്രമേ ഈ ലോകത്തിന്റെ ഗതിവിഗതികൾ മനസ്സിലാക്കുവാനും ദൈവ വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനും ഇടയാകത്തുള്ളൂ. അതുകൊണ്ട് വിശ്വാസിക്ക് ഈ ലോക ജീവിതത്തിൽ ദൈവവചന വ്യവസ്ഥയിലൂടെ മാത്രമേ ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. ആകയാൽ ഇന്ന് നമുക്ക് ദൈവവചനത്തിന്റെ മുൻപാകെ നമ്മളെ തന്നെ സമർപ്പിക്കാം. നാം കൊലോസ്യ ലേഖനത്തിലേക്ക് മടങ്ങി വരാം. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ നിങ്ങൾ ചട്ടങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നത് എന്തുകൊണ്ട്? ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ ന്യായ പ്രമാണത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുകയല്ല. വചനം, കർത്താവായ യേശു ക്രിസ്തു അവന്റെ വചനങ്ങൾ ആ നിലയിൽ ഏറ്റെടുക്കണം. 21-ാം വാക്യം പറയുന്നത്, പിടിക്കരുത്, രുചിക്കരുത്, സ്പർശിക്കരുത്. വിലക്കുകൾ, അരുതുകൾ നമ്മുടെ ജീവിതത്തിൽ അതിന്റെ പൂർണ്ണതയിൽ തികപ്പാൻ നമുക്കിടയാകണം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഇതുവരെയും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനോടുകൂടി മരിച്ച വിശ്വാസിയുടെ ലക്ഷണങ്ങൾ നാം കാണുവാൻ തക്കവണ്ണം ഇടയായി. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മരിച്ചെങ്കിൽ മാത്രമേ ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ വണ്ണം ക്രിസ്തുവിനോടുകൂടി അവന്റെ പുനരുത്ഥാനത്തിലേക്ക് ഭവിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുകയല്ല. മരിച്ചവരുടെ ഇടയിൽ നിന്നും നമ്മളെ ജീവിപ്പിക്കുന്നവനായ കർത്താവിന്റെ വചനങ്ങളെ അനുസരിച്ച് അതിന് കീഴ്പ്പെട്ടും അനുസരിച്ചും മാനിച്ചും ജീവിക്കുവാൻ, ഹല്ലേലൂയ, അരുതുകളുടെ മുൻപേ പോകുവാനല്ല, വിട്ടുപോരേണ്ടിടം വിട്ടുപോകുവാൻ, ഓടി രക്ഷപ്പെടേണ്ടത് ഓടിപ്പോകുവാൻ ഇടയാകണം. ഹല്ലേലൂയ. ഇന്ന് വിശ്വാസി നടക്കുകയല്ല, ഓടണം. വിശ്വാസി നടന്നാൽ ഹല്ലേലൂയ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും പ്രലോഭനം വരും. അതുകൊണ്ട് വിശ്വാസി എന്ത് ചെയ്യണം? ഓടിക്കോണം. കർത്താവിന്റെ സന്നിധിയിൽ എത്തും വരെയും, നിത്യ കനാനിൽ എത്തും വരെയും നിന്റെ ലോകത്തിലെ ജീവിതം ഓട്ടം തന്നെ ആയിരിക്കണം, ഓടിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഓടിയില്ല എങ്കിൽ ഹല്ലേലൂയ
നമ്മുടെ ക്രിസ്തീയ ജീവിതം നശിക്കുവാൻ തക്കവണ്ണം ഇടയാകും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമേ, എന്റെ ക്രിസ്തീയ ജീവിതത്തിൽ എനിക്ക് കൃപ നഷ്ടപ്പെട്ടു പോകുവാൻ ഇടവരാതെ വണ്ണം ദൈവത്തോട് ഹല്ലേലൂയ ഈ ലോകത്തിൻ്റെതായ ക്രിസ്തുവിനോടുകൂടി മരിച്ചുവെങ്കിൽ അവനോടുകൂടി ഉയർത്തെഴുന്നേൽക്കപ്പെടുവാൻ ഇടയാകും. അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി മരിച്ചു എന്ന സത്യം നമ്മുടെ ജീവിതത്തിൽ നാമെ നിലനിർത്തിക്കൊണ്ട് ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ ജീവിക്കാതെ ദൈവത്തെ അറിയാത്ത ലൗകികന്മാരെ പോലെ ജീവിക്കുവാനല്ല. ആമേൻ. ഇന്ന് പകൽക്കാലം ക്രിസ്തുവിനോടുകൂടി മരിക്കുകയും ആമേൻ ക്രിസ്തുവിനോടുകൂടി ഹല്ലേലൂയ അവന്റെ മരണ പുനരുത്ഥാനത്തോടെ ഏകീഭവിച്ച് ഹല്ലേലൂയ നാം ഉയർത്തെഴുന്നേൽക്കുവാൻ, ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൻ ഒരുവന് ഹല്ലേലൂയ ആമേൻ ഒരു മാർഗം കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ആകയാൽ തന്നോടുകൂടി ഈ ലോകവും അതിന്റെ മോഹവും ഒഴിച്ചു മാറ്റിക്കൊണ്ട് ക്രിസ്തുവിനോടുകൂടി ജഡത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഹല്ലേലൂയ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമക്കളെ, നമ്മുടെ ശരീരം എത്ര തന്നെ ക്ഷീണിക്കപ്പെട്ടതായിരുന്നാലും നാം അതിനെ അവഗണിക്കും. എന്നാൽ ജഡം ആഹാരം കഴിക്കുമ്പോൾ ശക്തി പ്രാപിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ആഹാരം കഴിക്കുമ്പോൾ ജഡം ശക്തി പ്രാപിക്കുന്നത് പോലെ തിരുവചനത്തിന്റെ സത്യങ്ങളെ മനസ്സിലാക്കി ആത്മാവിൽ ആമേൻ നാം ബലപ്പെടുവാൻ, ആത്മാവിൽ ശക്തിപ്പെടുവാൻ നമ്മുടെ ജീവിതം ഹല്ലേലൂയ മുന്നേറുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ഒരിക്കൽ ജെറോം എന്ന് പറയുന്ന ഒരു ദൈവദാസൻ തന്റെ അനുഭവം പറയുകയുണ്ടായി. ഈ വിട്ടുപോരുവീൻ എന്നുള്ള കാര്യം ലോകത്തിന് അനുരൂപപ്പെട്ട് ജീവിക്കരുതേ എന്ന് പറഞ്ഞതിൽ തന്റെ ഒരു അനുഭവം പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അദ്ദേഹത്തിന്റെ ജെറോം എന്ന ആ ദൈവദാസ് ആ മനുഷ്യന്റെ തന്റെ യൗവനത്തിൽ താൻ പല സ്ത്രീകളുമായിട്ട് ഒരു സ്ത്രീ ലംബടനായി ജീവിച്ച വ്യക്തിയാണ്. അവൻ ക്രിസ്ത്യാനിയായി ജീവിച്ച ശേഷം ഈ ലോകവുമായുള്ള ബന്ധം വിട്ട് താൻ ഓടി, താൻ ആ റോം എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചിരുന്നത്. ആ റോം വിട്ട് പലസ്തീനിലേക്ക് ഓടിപ്പോയി. ബേത്ലഹേമിന് സമീപമുള്ള ഒരു ഗുഹയിൽ കയറി അദ്ദേഹം പാർക്കുവാൻ തക്കവണ്ണം ഇടയായി. ഉപവാസവും പട്ടിണിയുമായി തന്റെ ജഡശരീരത്തെ മരിപ്പിക്കുവാൻ താൻ ശ്രമിച്ചു. എന്നാൽ അതിൽ താൻ നിരാശനായി. പ്രിയപ്പെട്ടവരെ, പരാജിതനായി എന്ന് താൻ ഹല്ലേലൂയ തന്റെ സ്വന്തം അനുഭവത്തിലൂടെ താൻ പറയുന്നുണ്ട്. ദൈവത്തെ കൂടാതെ മുൻപ് താൻ കൂട്ടുചേർന്ന് നടന്ന വഷളന്മാരായ ചെറുപ്പക്കാരുടെ നടുവിൽ നിന്ന് അനിയന്ത്രിതമായി വഴക്കടിച്ച് കൊള്ളയടിക്കുന്ന ആൾക്കാരുടെ അടുക്കൽ നിന്ന് ഞാൻ ഒരിക്കൽ ഓടി രക്ഷപ്പെട്ടു. എന്നാൽ അവരുടെ നടുവിൽ നിന്ന് ഓടി രക്ഷപ്പെടണമെന്നുള്ള എന്റെ സ്വപ്നം പൂർത്തീകരിക്കപ്പെട്ടില്ലല്ലോ എന്നോർത്ത് താൻ വളരെ വ്യാകുലപ്പെട്ടു. എന്നാൽ ഇവിടെ താൻ പറയുക, മാനുഷികമായിട്ട് ഒരിക്കലും ഒരു വ്യക്തിക്ക് അങ്ങനെ ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവികമായ ആമേൻ വചനങ്ങൾക്ക് തന്നെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് മാനുഷികമായ ആമേൻ കാര്യങ്ങളെ താൻ ഉപേക്ഷിച്ചിട്ട് ദൈവികമായ അനുഷ്ഠാനങ്ങൾക്ക് വിധേയനായി ദൈവികമായ ആമേൻ കൃപകൾ ഏറ്റെടുത്ത് തന്റെ ജഡത്തെ മെരുക്കുവാൻ താൻ ആഗ്രഹിച്ചു. എന്നിട്ട് എന്താ ചെയ്തെന്നറിയാമോ? താൻ ക്രിസ്തുവിനോട് കൂടി ചേർന്ന് നടക്കുവാൻ ശ്രമിച്ചു. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ താൻ ശ്രമിച്ചു. ഹല്ലേലൂയ. താൻ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ താൻ ജീവിതത്തെ ദൈവത്തിനായി വിധേയപ്പെടുത്തി കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട, ആത്മാവിനോട് പോരാടുന്ന സകല ജഡത്തിന്റെ ഇച്ഛകളെയും ഹല്ലേലൂയ ശക്തിയോടെ താൻ ഹല്ലേലൂയ ഗുഡ് ബൈ പറയുവാൻ, അതിനുള്ള വിടുതലിന് വേണ്ടി താൻ ഉപവാസത്തിലും പ്രാർത്ഥനയിലും താണിരുന്നു. അതുകൊണ്ട് തന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യത്താൽ, തിരുവചനത്തിന്റെ ശക്തിയാൽ താൻ ഹല്ലേലൂയ വിശ്വാസത്തിൽ വരുന്നതിന് മുൻപാകെ തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന തെറ്റുകുറ്റകളിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ ഇടയാക്കി. അതാണ് ജെറോം തന്റെ ജീവിതത്തിന്റെ അനുഭവം പറയുന്നത്. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും സംഭവിക്കാം. ക്രിസ്തുവിന്റെ വചനത്തെ ഹല്ലേലൂയ നാം അപ്പടി ഏറ്റെടുത്ത് സ്വർഗീയ കനാനെ നാം സ്വപ്നം കാണണം. ഈ ലോകത്തിൽ അതിന്റെ ആദ്യ പാഠങ്ങൾക്കനുസരിച്ച് ലോകക്കാർ ജീവിക്കുന്നത് പോലെ നാമും ജീവിക്കുവാൻ ശ്രമിച്ചാൽ നാമും ഈ ലോകത്തിൽ നിന്ന് ഒട്ടും വ്യത്യാസമില്ലാത്തവരായി മാറും. അതുകൊണ്ട് ദൈവാത്മാവ് പറയുന്നു, നാം ഈ ലോകത്തിൽ നിന്നും വേർപെട്ട് ക്രിസ്തുവിനോട് പറ്റിച്ചേരുന്നവരായി തീരുന്ന ആ സ്വപ്നം നാം കാണും. ആ സ്വപ്നം നാം കാണണം. അങ്ങനെ കാണുന്നവർക്ക് ഹല്ലേലൂയ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ ഇടയാകും.
ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് തന്റെ ജഡാഭിലാഷങ്ങളെ കുഴിച്ചു മൂടുവാൻ ഇടയാകും. തന്റെ ജഡത്തിന്റെ രാഗമോഹങ്ങളോടുകൂടി കുഴിച്ചിടുവാൻ തക്കവണ്ണം ഇടയാകും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, നാം മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ക്രിസ്തുവിൽ മറഞ്ഞിരിക്കേണ്ടതിന് വെളിപ്പാടുകളെ പ്രാപിച്ചെടുക്കുവാൻ, കൃപകളെ ഏറ്റെടുക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ജീവിതത്തിൽ ഹിതമല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളഞ്ഞ് ഇന്ന് പകൽ നമുക്ക് ഏൽപ്പിക്കാം. ക്രിസ്തുവിനോടുകൂടി മരിച്ചു. അതുകൊണ്ട് വിശ്വാസി ഇനി ക്രിസ്തുവിനോടുകൂടി ആമേൻ ഉയർത്തെഴുന്നേൽക്കും, ക്രിസ്തുവിനോടുകൂടി ജീവിക്കും. ഈ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് ഇടപെട്ടല്ലോ കർത്താവേ. ഞങ്ങൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ ആമേൻ ഈ ലോകത്തിന് അനുരൂപമായി ജീവിക്കുവാനല്ല, ഹല്ലേലൂയ, തുടരുത്, ഹല്ലേലൂയ, ഭക്ഷിക്കരുത്, രുചിക്കരുത്, അരുതുകൾ ഞങ്ങൾ പലപ്പോഴും താവേ അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇഷ്ടത്തോടെ കാണുമ്പോൾ ആമേൻ ശത്രു അത് ഞങ്ങളുടെ മുൻപിൽ ഞങ്ങളെ വീഴിക്കുവാൻ കൊണ്ടുവരുമ്പോൾ അതിന് മേൽ ജയമെടുത്ത് മുന്നേറുവാൻ കൃപ നൽകണമേ. ഈ തിരുവചനം ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാക്കി മാറ്റണം കർത്താവേ. അവിടുത്തെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ ഇടയാക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ആമേൻ. തിരുവചനം കേട്ട ഓരോ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഈ വചനം ശുശ്രൂഷിപ്പാൻ അടിയനെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. വചനത്തിന് ഇഷ്ടമായ ക്രിസ്തീയ ജീവൻ നയിപ്പാൻ അടിയനെയും ഇടയാക്കണം. അതിനായി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയാചനയും കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ഈ തിരുവചനം നിങ്ങൾക്ക് ഷെയർ ചെയ്തു തന്നു. നാം കേൾക്കപ്പെട്ട തിരുവചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറി. നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക്, നമ്മുടെ സഹോദര വർഗങ്ങളിലേക്ക്, ആമേൻ, നമ്മുടെ രക്തവും മാംസവുമായ പ്രിയപ്പെട്ടവരിലേക്ക് ഈ വചനം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അവർ ഈ വചനം കേട്ട് അവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ. തക്ക സമയത്ത് നിങ്ങൾക്ക് ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും ലഭിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ ഈ വചനദീപ്തി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവനാമത്തിൽ ഈ ചെറിയ പ്രവർത്തനത്തെ എത്തിച്ചിരിക്കാത്ത ദൈവം ഹല്ലേലൂയ ഒത്തുചേർന്ന നമ്മുടെ കുടുംബങ്ങളായി നാം നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, മറ്റുള്ളവർ കാണുമ്പോൾ നമ്മ വചനദീപ്തി ആമേൻ പ്രയർ ഫെലോഷിപ്പിന്റെ അംഗങ്ങളാണ്, ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. നമ്മുടെ ഐക്യത അവിടെ വ്യക്തമാകണം. തിരുവചനം നിങ്ങൾക്ക് അനുഗ്രഹമായി എങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഐക്യത എനിക്ക് വെളിപ്പെടുത്തി തരണം. നിങ്ങൾ കമന്റ്സുകൾ എഴുതണം. നിങ്ങൾക്ക് അനുഗ്രഹമാകുന്ന കാര്യങ്ങൾ നിങ്ങൾ കമന്റ്സുകളായി എഴുതണം. അനേകരത് കണ്ട് ഹല്ലേലൂയ കൃപയിലേക്ക് കടന്നു വരുവാൻ ഇടയാകണം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങളെ ഹല്ലേലൂയ ഈ വചനങ്ങൾ ഷെയർ ചെയ്യുവാനും ഹല്ലേലൂയ മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുവാനും കർത്താവ് ഇടയാക്കട്ടെ. എല്ലാ നന്മകളാലും ദൈവം അനുഗ്രഹിക്കട്ടെ. മറാനഥ. ഗോഡ് ബ്ലസ് യു. നമുക്ക് അടുത്ത ദിവസം അതിന്റെ അടുത്ത ഭാഗങ്ങൾ 22, 23 വാക്യങ്ങൾ വായിച്ച് 2-ാം അധ്യായം അവസാനിപ്പിക്കാം. ദൈവം ധാരാളമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.